പ്രചാരണം കൊട്ടിയിറങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശപൂരത്തിൽ പലയിടത്തും സംഘർഷം. തിരുവനന്തപുരത്ത് AK ആന്റണി സഞ്ചരിച്ച വാഹനത്തിന് തടസ്സം സൃഷ്ടിച്ചത് പ്രതിഷേധത്തിന് കാരണമായി. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി. കണ്ണൂർ മട്ടന്നൂരിൽ LDF UDF സംഘർഷത്തെ തുടർന്ന് പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി. ഒരു മാസം നീണ്ട നാടിളക്കിയ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ പ്രവർത്തകരുടെ ആവേശം പലയിടത്തും അതിരുവിട്ടു. പോലീസ് അതീവ ജാഗ്രത പാലിച്ചിട്ടും സംഘർഷങ്ങളുണ്ടായി. തിരുവനന്തപുരം വേളിയിൽ AK ആന്റണിയും ശശി തരൂരും സഞ്ചരിച്ച വാഹനത്തിന് മുന്നിൽ ഇടത് പ്രവർത്തകർ 1 മണിക്കൂർ തടസ്സം സൃഷ്ടിച്ചു. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വാഹനത്തിനു നേരെ കല്ലേറുണ്ടായി. ചില്ലുകൾ തകർന്നു. പോലീസ് നിഷ്ക്രിയരായി എന്നാരോപിച്ച് അനിലക്കര റോഡിൽ കുത്തിയിരുന്നു. തിരുവല്ലയിൽ കൊട്ടിക്കലാശത്തിനിടെ CPM BJP പ്രവർത്തകർ തമ്മിൽ നടന്ന കല്ലേറിൽ പോലീസുകാരൻ ഉൾപ്പെടെ നിരവധി പേർക്ക് പരുക്കേറ്റു. സംഘർഷം 1.5 മണിക്കൂറിലേറെ നീണ്ടുനിന്നു. പോലീസ് ലാത്തി വീശിയാണ് പ്രവർത്തകരെ പിരിച്ചുവിട്ടത്. വടകരയിൽ കേന്ദ്രസേനയും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും സംഘർഷവുമുണ്ടായി. കണ്ണൂർ മട്ടന്നൂരിൽ LDF UDF സംഘർഷത്തെ തുടർന്ന് പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. കൊച്ചി പാലാരിവട്ടത്ത് LDF കൊട്ടിക്കലാശത്തിനിടെ SDPI പ്രകടനം കടന്നുപോയത് തർക്കത്തിന് കാരണമായി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് LDF BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. മലപ്പുറത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ വാക്കേറ്റമുണ്ടായി. പോലീസ് ഇടപെട്ട് ആളുകളെ പിരിച്ചുവിട്ടു. തൊടുപുഴയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. നെടുമങ്ങാട് പാലോട് സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരുക്കേറ്റു. ST മോർച്ച സംസ്ഥാന സെക്രട്ടറി മുകുന്ദൻ പള്ളിയറയെ കൽപ്പറ്റയിൽ പ്രകടനത്തിനിടെ പോലീസ് മർദ്ദിച്ചതായി പരാതിയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പലയിടത്തും ഏറെ പണിപ്പെട്ടാണ് വൻ സംഘർഷങ്ങളിലേക്ക് നീങ്ങാതെ സ്ഥിതി പോലീസ് നിയന്ത്രിച്ചത്. വിവിധ അക്രമ സംഭവങ്ങളിൽ 100-ലേറെ പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വാഹനത്തിന് നേരെയുണ്ടായ കല്ലേറിനെ തുടർന്ന് ആലത്തൂർ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ചികിത്സ തേടി. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദും കോഴിക്കോട് നിന്ന് വിനീഷും തിരുവനന്തപുരത്ത് നിന്ന് കിരൺ ബാബുവും കണ്ണൂരിൽ നിന്ന് അശ്വിനും ആലപ്പുഴയിൽ നിന്നും വിനോദും ചേരുന്നു. ആദ്യം പ്രസാദിലേക്ക് പോകാം എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രസാദ്, അവിടെയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് പരിക്കേറ്റിട്ടുള്ളത്. എന്താണ് അതിൻ്റെ അവസ്ഥ? അതിനുശേഷമുള്ള സ്ഥിതി, ഇന്നത്തെ പൊതുചിത്രം? ഗോപി, പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷം പ്രവർത്തകർ മടങ്ങുന്ന സമയത്താണ് ഈ അക്രമം ഉണ്ടായിട്ടുള്ളത്. രമ്യ ഹരിദാസും അനിലക്കരയും സഞ്ചരിച്ചിരുന്ന ആ തുറന്ന വാഹനത്തിന്റെ നേരെ ആണ് കല്ലേറുണ്ടായിട്ടുള്ളത്. ഈ വാഹനത്തിന്റെ ചില്ലുകൾ തകർന്നു. ഇവർക്കും കല്ലേറ് കിട്ടിയിട്ടുണ്ട്. അനിലക്കരയ്ക്കും അതോടൊപ്പം രമ്യ ഹരിദാസിന്റെയും ശരീരത്തിൽ നേരെയാണ് കല്ലേറിയിട്ടുള്ളത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ ഇവർ പ്രവേശിപ്പിക്കുന്നു. ഇവർക്ക് പുറമെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഒരു പോലീസുകാരനും പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ നേരത്തെ പോലീസ് കൃത്യമായി ഇടപെട്ടില്ല എന്നാരോപിച്ചുകൊണ്ട് അനിലക്കര ആലത്തൂരിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് പ്രതിഷേധം അവസാനിച്ച് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോഴും ആലത്തൂരിൽ നേരിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രസാദ്, മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവർ തിരിച്ചു വരുമ്പോൾ ഇവരെ ശരീരത്തിലേക്ക് കല്ലെറിയുകയായിരുന്നു. അപ്പോൾ അതിൽ പ്രതികൾ ആരെന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണങ്ങൾ? എന്താണ് ഇക്കാര്യത്തിൽ ഇത് LDF പ്രവർത്തകരാണ് എന്നതാണ് ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത്. പ്രചരണം അവസാനിച്ച് കുട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. വലിയ തോതിൽ ഇവർക്ക് നേരെയും UDF പ്രവർത്തകർക്ക് നേരെയും ആണ് കല്ലേറുണ്ടായിട്ടുള്ളത്. ഈ സമയത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് LDF പ്രവർത്തകരാണ് എന്നതാണ് ഇപ്പോൾ ഉള്ള പ്രാഥമികമായ അനുമാനം. തുടരുക. ഇപ്പോൾ അശ്വിൻ ചേരുന്നു കണ്ണൂരിൽ നിന്നും. അശ്വിൻ, അവിടെ മട്ടന്നൂരിലെ പ്രശ്നമുണ്ടായി. സാധാരണ രീതിയിൽ ഉണ്ടാവുന്ന കൊട്ടിക്കലാശങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കൊട്ടിക്കലാശം വളരെ ശാന്തവുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല. പലയിടങ്ങളിലും ചെറിയ തോതിലെങ്കിലും അക്രമങ്ങൾ പറയുന്നു. കണ്ണൂരിലെ സ്ഥിതി എന്താണ്? ഗോപി, ഏതാണ്ട് 5 മണിവരെ കണ്ണൂരിൽ വളരെ ശാന്തമായിട്ടായിരുന്നു കുട്ടിക്കലാശവും പ്രചാരണവും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇരുമുന്നണികളും വളരെ സൗഹൃദപരമായിരുന്നു കാര്യങ്ങളൊക്കെ. പക്ഷേ കേന്ദ്രീകരിച്ചുള്ള പ്രകടനങ്ങൾ ഉണ്ടായിരുന്നത് കണ്ണൂർ നഗരത്തിലായിരുന്നു. പക്ഷേ കണ്ണൂരിന് പുറത്ത് പഴയങ്ങാടിയിലും മട്ടന്നൂരിലുമാണ് സംഘർഷങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മട്ടന്നൂരിൽ ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. പോലീസിന് പ്രവർത്തകരെ പിരിച്ചുവിടാൻ വേണ്ടി ഗ്രനേഡ് പ്രയോഗിക്കേണ്ടി വന്നു. ഇവിടെ ലാത്തി ചാർജുമുണ്ടായി.
10ഓളം UDF പ്രവർത്തകർക്ക് പരിക്കേറ്റുവെന്ന് UDF ആരോപിക്കുന്നു. ഇവിടെ LDF പ്രവർത്തകരാണ് അക്രമം അഴിച്ചുവിട്ടതെന്നാണ് UDFിൻ്റെ ആരോപണം. എന്നാൽ അങ്ങനെയല്ല, നേരെ മറിച്ച് ഇരുകൂട്ടരും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതിനെ തുടർന്ന് ഏറ്റുമുട്ടുകയായിരുന്നു എന്നാണ് LDFിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം. പക്ഷേ പഴയങ്ങാടിയിലും സമാനമായ രൂപത്തിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. അവിടെ SIക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇവിടെയും ഗ്രനേഡും അതേപോലെ തന്നെ കണ്ണീർ വാതകവും പ്രയോഗിച്ചിരിക്കുന്നു. അവിടെയും വ്യാപകമായ സംഘർഷമാണ് ഉണ്ടായത്. പ്രവർത്തകർ ചേരിയെറിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു, പരസ്പരം ഏറ്റുമുട്ടി. UDFിൻ്റെ പ്രചരണ വാഹനത്തിൻ്റെ ചില്ലുകൾ തകർന്നു. ഇങ്ങനെയാണ് ഈ രണ്ട് സ്ഥലത്താണ് കണ്ണൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായി സംഘർഷമുണ്ടായിരിക്കുന്നത്. കണ്ണൂർ നഗരത്തിൽ കേന്ദ്രീകരിച്ചു പ്രകടനം നടന്ന കണ്ണൂർ നഗരത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇരു വിഭാഗം പ്രവർത്തകരും നേർക്കുനേർ വന്നിരുന്നെങ്കിലും അവിടെ പോലീസിൻ്റെയും അതേപോലെ തന്നെ നേതാക്കളുടെയും ഇടപെടലിനെ തുടർന്ന് ഒരു വലിയ സംഘർഷം ഒഴിവായി പോവുകയായിരുന്നു. അത് ഇവർക്ക് അനുവദിച്ചിരുന്ന സമയം നീണ്ടുപോവുകയും ഇരു കൂട്ടരും ഒരേ സമയത്ത് ഈ ജംഗ്ഷനിൽ എത്തുകയും ചെയ്തതിനെ തുടർന്നായിരുന്നു നേർക്കുനേർ അത്തരമൊരു ഇങ്ങനെ രണ്ടു കൂട്ടരും വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ കണ്ണൂർ നഗരത്തിൽ അക്രമം ഒന്നും ഉണ്ടായില്ല. പഴയങ്ങാടിയിലും മട്ടന്നൂരിലുമാണ് ഇപ്പോൾ അക്രമം നടന്നിരിക്കുന്നത്. ഏതായാലും പ്രവർത്തകരെല്ലാം ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്നു. ഇനി എന്തെങ്കിലും ഇത്തരം സംഘർഷ സാധ്യതയുണ്ടോ എന്ന കാര്യം പറയാൻ കഴിയില്ല. കാരണം ഇങ്ങനെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളിലെത്തിയ പ്രവർത്തകർ ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ പ്രചാരണ വാഹനങ്ങൾക്ക് നേരെ ഈ പഴയങ്ങാടിയിലും മട്ടന്നൂരിലും ആക്രമണം നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വിൻ വരാം. ഇപ്പോൾ വടകരയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വക വിഷയങ്ങളിലേക്ക് വരാം. ബാക്കിയുള്ളവരിലേക്ക് കൂടി പോയ ശേഷം വിനോദിലേക്ക്. വിനോദ്, ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പലയിടത്തും ചെറിയ തോതിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് വലിയ അപകടങ്ങളിലേക്ക് പോവാതെ നീങ്ങിയിട്ടുണ്ട്. പക്ഷേ ആലപ്പുഴയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് തോന്നുന്നു, അല്ലേ? എങ്ങനെയുണ്ട് ആലപ്പുഴയിലെ ഇന്നത്തെ കൊട്ടിക്കലാശം? വിവരങ്ങൾ. ഗോപി, ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് രണ്ടിടങ്ങളിലാണ് സംഘർഷമുണ്ടായത്, ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും. അമ്പലപ്പുഴയിൽ CPM SDPI പ്രവർത്തകർ തമ്മിലായിരുന്നു തർക്കമുണ്ടായിരുന്നത്. രണ്ട് പ്രകടനങ്ങൾ ഒരേ സമയത്ത് എത്തുകയായിരുന്നു. CPM പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ലോറിക്ക് നേരെ കല്ലേറുണ്ടായി, ലോറി തകരുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് പോലീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ആലപ്പുഴ നഗരത്തിൽ കൊട്ടിക്കലാശത്തിനിടെയാണ് തർക്കമുണ്ടായത്. CPMൻ്റെ കൊട്ടിക്കലാശം നടക്കുന്നതിനിടെ SDPIയുടെ പ്രകടനം വരികയായിരുന്നു. ഇത് കൊട്ടിക്കലാശത്തിനിടയിലൂടെ കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. ഏറെ നേരം പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായി. പോലീസ് ഇതിനിടയിൽ ഒരു മതിലായി തീരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. ഇത്തരത്തിൽ രണ്ട് സംഭവങ്ങളാണ് ആലപ്പുഴയിൽ ഉണ്ടായത്. ഏതായാലും കൊട്ടിക്കലാശം മറ്റിടങ്ങളിലൊക്കെ തന്നെ പ്രകടനങ്ങളും മറ്റ് ജാഥകളുമൊക്കെ തന്നെ സമാധാനപരമായി നടന്നുവെന്നാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നാളെ ജില്ലയിൽ വോട്ടിംഗ് സാമഗ്രികളുടെ പൂർണ്ണമായ വിന്യാസമാണ്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകും. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലും എത്തി വോട്ടുറപ്പിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ അടി ഒഴുക്കിൻ്റെ ഒരു മണിക്കൂറുകൾ അല്ലെങ്കിൽ അത്തരമൊരു സമയം കൂടിയാണ് നമുക്ക് മുന്നിലുള്ളത്. കാരണം ഏത് നിലയിലേക്ക് കാര്യങ്ങൾ പോകും, രാഷ്ട്രീയമായ പാലം വലികൾ, അടിയൊഴുക്കുകൾ, വോട്ടുമറിക്കലുകൾ തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ ചർച്ചകൾ, അതും വളരെ നിശബ്ദമായി തന്നെ സംഭവിക്കാൻ പോകുന്ന മണിക്കൂറുകളാണ്. ഏതായാലും മറ്റന്നാൾ വോട്ടിങ്ങിലേക്ക് ആലപ്പുഴയും പോകുന്നു. ഏതാണ്ട് 1300 പോളിംഗ് സ്റ്റേഷനുകളാണ് ഇവിടെ, പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. 4000-ഓളം പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ പൂർണ്ണമായും സമാധാനപരമാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഗോപി. ശരി വിനോദ്, ഇനി വിനേഷിലേക്ക് പോകുന്നു. കോഴിക്കോട് നിന്ന് വിനേഷ്, കോഴിക്കോട്ടെ ഇന്നത്തെ അവസ്ഥ എന്തായിരുന്നു? കുട്ടിക്കലാശം എങ്ങനെയായിരുന്നു? അതിന് ശേഷമുള്ള അവസ്ഥ? ഗോപി, കോഴിക്കോട് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയണം. കാരണം ഇവിടെ പാളയത്താണ് കൊട്ടിക്കലാശം നടന്നത്. ഇവിടെ കൊട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷം LDF പ്രവർത്തകർ, UDF പ്രവർത്തകർ നിൽക്കുന്ന പാളയം MMLA റോഡിലേക്ക് കടന്നുകയറി എന്നാരോപിച്ചുകൊണ്ട് ഒരു വിഭാഗം പ്രവർത്തകർ ഇത് തടയാൻ ശ്രമിക്കുകയും ചെറിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. കേന്ദ്രസേന ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നു. അവർ പോലീസും കേന്ദ്രസേനയും ഇടപെട്ട് ഇവരെ മാറ്റുകയാണ്. പക്ഷേ വടകരയിലാണ് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കൊട്ടിക്കലാശം കഴിഞ്ഞ് കടന്നു പോകുന്നതിനിടയിൽ UDF പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായി എന്നാണ് പറയുന്നത്. പോലീസും UDF പ്രവർത്തകരും തമ്മിൽ പ്രശ്നമുണ്ടാവുകയും ഇതിൽ കുറച്ച് UDF പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതേ തുടർന്ന് UDF പ്രവർത്തകർ അല്പസമയം മുമ്പ് വടകരയിൽ ഈ വില്യംപള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രശ്നമുണ്ടായിരിക്കുന്നത്. ഇവിടെ വടകര പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെ നടത്തിയിരുന്നു. എന്നാലും കാര്യമായ പ്രശ്നങ്ങളോ കല്ലേറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വലിയ അക്രമങ്ങളോ ഒന്നും തന്നെ കോഴിക്കോടോ വടകരയോ ഉണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നാളെ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിനങ്ങളാണ്. വോട്ടുകളും അടിയൊഴുക്കുകളും
തന്ത്രങ്ങളും പയറ്റി എങ്ങനെ കൂടുതൽ ആളുകളെ കൂടുതൽ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുടെ ദിവസം കൂടിയാണ്. ഒപ്പം തന്നെ ആടിക്കളിക്കുന്ന വോട്ടുകൾ തങ്ങൾക്ക് ഉറപ്പിക്കാനുള്ള ദിവസം കൂടിയാണ് നാളെ. ഇതിനു വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, നിശബ്ദമായ പ്രചരണ പ്രവർത്തനങ്ങളായിരിക്കും. നഗരവും നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും പ്രധാനമായും സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുക. അതിനുശേഷമാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ളത് വടകര മണ്ഡലത്തിലാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ പൊതുയോഗത്തിനോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾക്കോ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അനുമതിയില്ല. അതൊരു മാസത്തേക്കായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കോഴിക്കോട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ചെറിയ രീതിയിലുള്ള ഉരസലുണ്ടായതൊഴിച്ചാൽ കോഴിക്കോട് സമാധാനപരവും എന്നാൽ ആവേശം ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെയാണ് മൂന്ന് മുന്നണികളും ഇവിടെ കൊട്ടിക്കലാശത്തിനെത്തിയത്. ഗോപി, തീർച്ചയായും വിനയ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ആവേശത്തോടെ ഒരു വലിയ ജനക്കൂട്ടം ചേരുമ്പോൾ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു വലിയ അക്രമം എന്ന രീതിയിൽ നമുക്ക് കാണാനുമാവില്ല. കാരണം അത്രയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, വലിയ ആവേശമാണ്. ചിലയിടങ്ങളിൽ അസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ കെട്ടടങ്ങി എന്ന് തന്നെ മനസ്സിലാക്കാം. തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ എ കെ ആന്റണിയുടെ റോഡ് ഷോ തടയപ്പെട്ടു എന്നുള്ളതാണ് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഈ തീരദേശ മേഖലയിൽ പതിവുള്ളതാണ്. പക്ഷേ അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. കിരണിലേക്ക് വരുന്നു. കിരൺ, എങ്ങനെയായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം, മറ്റു വിവരങ്ങൾ? ഗോപി, ഇന്ന് 2 റോഡ് ഷോയാണ് പ്രധാനമായും തീരദേശ മേഖലയിലൂടെ യു ഡി എഫ് നടത്തിയത്. രാവിലെ ഉമ്മൻചാണ്ടിയുടെ റോഡ് ഷോ ആയിരുന്നു. ഉമ്മൻചാണ്ടി റോഡ് ഷോ പ്രധാനമായും വിഴിഞ്ഞത്ത് നിന്നായിരുന്നു. എ കെ ആന്റണിയുടെ റോഡ് ഷോ തുമ്പയിൽ നിന്നും പൂന്തുറയിലേക്കായിരുന്നു റോഡ് ഷോ. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എ കെ ആന്റണിയുടെ റോഡ് ഷോ ഈ തീരപ്രദേശത്ത് ഈ മേഖലയിലൂടെ ഉണ്ടാവുന്നതാണ്. ഇത്തവണയും അങ്ങനെ ഒരു റോഡ് ഷോ ഉണ്ടായി. ഈ റോഡ് ഷോ വേളിയിലെത്തിയപ്പോൾ എതിർഭാഗത്തു നിന്നും ഇടതുമുന്നണി പ്രവർത്തകർ, പ്രധാനമായും ഏതെങ്കിലും നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നില്ല, ഒരു ചെറുപ്പക്കാരായ പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങളിലായി കൊടിയും മുദ്രാവാക്യവുമായി വന്നിരിക്കുകയായിരുന്നു. ഇവർ റോഡ് നിറഞ്ഞാണ് വന്നിരുന്നത്. എ കെ ആന്റണിയും ശശി തരൂരും അടക്കം സഞ്ചരിച്ചിരുന്ന പ്രചരണ വാഹനം റോഡിന്റെ വലതുവശത്തായി നിർത്തിയിട്ടു. റോഡിന്റെ വശത്ത് നിർത്തിയിട്ട ശേഷം ഇവർ കടന്നു പോകാൻ വേണ്ടിയുള്ള അല്പസമയം 5 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും അവർ കടന്നു പോകാതെ റോഡിൽ തന്നെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. അവരെ ഏതാനും പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറേയേറെ നേരം നിന്നെങ്കിലും വലതുമുന്നണിയുടെ പ്രവർത്തകർ, UDF-ന്റെ പ്രവർത്തകർ ഇവരോട് റോഡിന് വശത്തേക്ക് മാറി നിൽക്കാനോ അല്ലെങ്കിൽ റോഡിന്റെ ഒരു വഴി തരണം എന്ന രീതിയിൽ അഭ്യർത്ഥന നടത്തിയെങ്കിലും പരസ്പരം കൂക്കുവിളിയും മുദ്രാവാക്യം വിളികളുമായി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് പോലീസുകാർ ചെറിയ രീതിയിൽ ഇടപെടൽ നടത്തിയെങ്കിലും പോലീസുകാരുടെ എണ്ണം 10-ൽ താഴെയായതുകൊണ്ട് തന്നെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ പ്രവർത്തകർ, ഇടതുമുന്നണിയുടെ പ്രവർത്തകർ അവിടെ തന്നെ വാഹനങ്ങൾ വയ്ക്കുകയും വാഹനം വളരെ ഉച്ചത്തിൽ തന്നെ വാഹനങ്ങളുടെ ഹോണുകൾ മുഴക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. 3/4 മണിക്കൂറോളം ഈ വാഹനത്തിൽ തുടർന്ന എ കെ ആന്റണി ഒടുവിൽ അരൂരും ആന്റണിയും ഇറങ്ങി റോഡിലൂടെ നടക്കുകയായിരുന്നു. റോഡിൽ തന്നെ നടന്നു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് കുറേയേറെ ദൂരം അദ്ദേഹത്തെ റോഡിന്റെ ഫുട്പാത്തിലൂടെയാണ് നടത്തിയത്. 300 മീറ്ററോളം ഇങ്ങനെ നടത്തി ആ തിരക്ക് കഴിഞ്ഞതിന് അപ്പുറം എത്തിച്ച ശേഷമാണ് അദ്ദേഹത്തെ വീണ്ടും വാഹനത്തിൽ കൊണ്ടുപോയത്. എ കെ ആന്റണി പറഞ്ഞത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്ര ഒരു ദുരനുഭവം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇത്രയും ഒരിക്കലും ഇങ്ങനെ തന്നെ പോലുള്ള ഒരു നേതാവിനെ ഇങ്ങനെ തടയുകയാണെങ്കിൽ കേന്ദ്രത്തിൽ ഭരിക്കുന്ന മോദി സർക്കാരും കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരും തമ്മിൽ എന്ത് വ്യത്യാസം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പൂന്തുറയിലേക്ക് എ കെ ആന്റണി ചെല്ലുന്നത് തടയുക എന്നാണ്. പൂന്തുറയും എ കെ ആന്റണിയും തമ്മിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും പോവുകയും അവിടെ വലിയ സ്വീകരണം ലഭിക്കുകയും ചെയ്തതാണ്. തടയാൻ വേണ്ടി ഇടതുമുന്നണി പ്രവർത്തകർ ബോധപൂർവ്വം സൃഷ്ടിച്ചാണ് ഈ തടസ്സമെന്നാണ് VS ശിവകുമാറും ശശി തരൂരും അടക്കമുള്ളവർ ആരോപിക്കുന്നത്. കിരൺ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ശരി 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 എൻ്റെ അടുത്ത് എടുക്കാൻ പറ്റുന്നില്ല. റോഡ് ഷോ അത് കയറുന്നില്ല. മറ്റേ കയറാൻ സ്ഥലം ഉണ്ടായത്. ബാക്കി ക്യാമറമാൻ ഇറങ്ങട്ടെ. ഇവിടെ വെച്ചാണ് തടയപ്പെടുന്നത്. അതിനുശേഷം 1 മണിക്കൂറോളം, ഏകദേശം 1 മണിക്കൂറോളം പോലീസ് എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ മാറ്റി വണ്ടിക്ക് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷ അവിടെ നിന്നു. പക്ഷെ അതുണ്ടായില്ല. അതിനുശേഷം സംഭവിച്ചത് ഇങ്ങനെ. അതിനുശേഷം ആന്റണി കുറേ ദൂരം നടന്നാണ് പോയത്. കിരൺ ചേരുന്നു. കിരൺ, ഇത് ഈ സംഭവത്തിനൊക്കെ ശേഷം ഈ പൂന്തറയിലെ പൊതുയോഗം അതെങ്ങനെ ഉണ്ടായിരുന്നു?
പൂന്തുറയിൽ പൊതുയോഗമായിരുന്നില്ല. സാധാരണഗതിയിൽ എല്ലാ തവണയും ആന്റണി തുടങ്ങുന്നത് തുമ്പയിൽ നിന്നാണ് ആന്റണിയുടെ ഈ റോഡ് ഷോ തുടങ്ങുന്നത്. അത് പൂന്തുറയിൽ ഏകദേശം പൂന്തുറയുടെ ഭൂരിഭാഗം ഭാഗങ്ങളിലും ഇവിടെ സഞ്ചരിച്ച് ചെറിയ പ്രസംഗങ്ങൾ മാത്രമാണ്. അതൊരു പൊതുയോഗം പോലെയല്ല. റോഡിന്റെ ഇരുവശങ്ങളിലുമായി പ്രവർത്തകർ അണിനിരക്കും. അവിടെ ചില കൂടുതൽ പ്രവർത്തകർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആളുകൾ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് 1-2 മിനിറ്റുള്ള പ്രസംഗം മാത്രം. വീണ്ടും മുന്നോട്ട് പോകും. 6 മണിക്ക് അത് നിർത്തുക. അതിന് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് നിർത്തുക എന്നാൽ 6 മണി വരെ പൂന്തുറയിലെ പരമാവധി സ്ഥലങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു പൊതു രീതിയായിട്ടുണ്ടായത്. എന്നാൽ ഇത്തവണ പൂന്തുറയിലേക്ക് കയറി പൂന്തുറയുടെ പ്രധാന ഭാഗം കടക്കുന്നതിന് പോലീസ് സ്റ്റേഷന്റെ ഭാഗമാണ് ആദ്യം പ്രചരണം കൂടി അതിന് ഉച്ചാവസ്ഥയിലാണ്. സത്യത്തിൽ പ്രിയങ്ക ഗാന്ധി കടന്നുപോയ വഴികൾ റോഡ് ഷോ ആയി മാറുകയായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ ആരും പ്ലാൻ ചെയ്യാതെ തന്നെ 2 ഭാഗങ്ങളിലുമായി ആയിരക്കണക്കിന് ആളുകളാണ് അവരെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെയും ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെയും പ്രചരണത്തോടു കൂടി വയനാട് പാർലമെൻറ്റ് മണ്ഡലം റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്തയക്കും എന്നുള്ള സാഹചര്യമുണ്ടെന്ന് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അല്ല അതെന്നെ പറഞ്ഞത് അവരിത്തരം ബോഗസായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കട്ടെ. രാഹുൽ ഗാന്ധി ഇന്ന് പുതുതായിട്ട് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതല്ലല്ലോ. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ മത്സരിച്ച് 3 തവണ MP ആയി. ഇപ്പൊ 4ാമത്തെ തവണയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യൻ പൗരനല്ലാതുള്ള വാദം ഉന്നയിക്കുന്നത് അതിനൊക്കെ എങ്ങനെ മറുപടി പറയാനാണ്? അതെ, ഇതൊക്കെ ഇവരെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടുള്ള സമീപനത്തിലാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാം പരാജയപ്പെട്ടപ്പോൾ ആദ്യം പറഞ്ഞു ബാലാക്കോട്ട് ജവാന്മാരുടെ സ്മരണകൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ മോഡി പറഞ്ഞു. ഇന്ത്യയിൽ ഒരിടത്തും ചിലവായില്ല, ഉത്തരേന്ത്യയിലും ചിലവായില്ല, ഇവിടെയും ചിലവായില്ല. ഇപ്പം ഇന്നലെ ദിവസം അമിത്ഷാ വന്നെന്താ പത്തനംതിട്ട പറഞ്ഞത്? അയ്യപ്പൻ്റെ പേരിൽ വോട്ട് ചെയ്യണം. ശബരിമലയും വിശ്വാസവും ഈശ്വര വിശ്വാസമായാലും വിശ്വാസങ്ങളായാലും UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ആ മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് പിടിക്കാനുള്ള ആയുധം മാത്രമായിട്ട് വിശ്വാസത്തെ കാണുന്ന സ്വഭാവമാണ് BJPക്കുള്ളത്. അതിന് മറ്റൊരു വശമാണ് CPM. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഒരു കടലാസ് പുറത്തെടുത്ത് കണ്ടു, കേന്ദ്രം കൊടുത്തയച്ച കത്ത് എന്ന് പറഞ്ഞിട്ട്. ഇന്നാണോ മുഖ്യമന്ത്രി അത് പുറത്തു കൊണ്ടുവരേണ്ടത്? ഈ നാട്ടിലെ ഒരുപാട് ചർച്ചകൾ ഇത് സംബന്ധിച്ച് ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങളിൽ എത്ര ദിവസം നിരന്തരമായി ചർച്ച ചെയ്തു. അന്നൊന്നും ഇത് പറയാത്ത മുഖ്യമന്ത്രി ഇന്നീ കടലാസ് കൊണ്ടുവന്നിട്ട് അപ്പം ഇവർ തമ്മിൽ കൃത്യമായ ധാരണയായിരുന്നില്ലേ? ഒരു ഭാഗത്ത് BJP ശബരിമലയുടെ പേരിൽ അക്രമാസക്തമായ സമരം നടത്തുക, മറുഭാഗത്ത് ആക്ടിവിസ്റ്റുകളെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടുക. തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഞങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ കത്ത് കാണിച്ചിരിക്കുകയാണ്. അപ്പം ഈ കത്ത് കേന്ദ്രം നിർദ്ദേശിക്കുന്ന കത്താണ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന്. ആ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അമിത്ഷായും മോഡിയുമാണ് ഇപ്പോൾ പറയുന്നത് അയ്യപ്പൻ്റെ പേരിൽ ജയിലിൽ പോയി. ആരാ ജയിലിൽ പോകാൻ നിർദ്ദേശിച്ചത്? അപ്പോൾ ജയിലിൽ പോകേണ്ട വഴി ഒരുക്കിയതാരാ? കേന്ദ്ര ഗവൺമെന്റ് തന്നെയല്ലേ? അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും പ്രചാരണ സമയത്തുണ്ടായ പ്രശ്നങ്ങളിൽ പോലീസിന്റെ ഇടപെടലിനെ വിമർശിച്ചുകൊണ്ട് KC വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. പോലീസ് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പാലക്കാടും അത് തന്നെയാണ് സംഭവിച്ചത് എന്ന് പറയുന്നു. കോൺഗ്രസ് ആരോപിക്കുന്നു. സ്ഥാനാർത്ഥി രമ്യയ്ക്ക് നേരെ കല്ലേറുണ്ടായി, അവർ ആശുപത്രിയിലാണ്. അനിലക്കരയുടെ വാക്കുകളിലേക്ക്. 7,000 ആളുകളുമായി നിൽക്കുമ്പോൾ വണ്ടി പോകാൻ കഴിയണ്ടേ? അപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ കയറുന്ന രമ്യം കയറുന്ന മാറാൻ പറഞ്ഞ നേരത്താണ് അപ്പുറത്തിരുന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാന്നിട്ട് അവർ ബഹളം വിളിക്കുന്നത്. പിന്നെ തുരുതുരാ ഏറാണ്. അങ്ങനെ കുട്ടീനെ എടുത്ത് മാറ്റി വണ്ടിയുടെ ഉള്ളിലേക്ക് ആക്കി ഇറങ്ങണ നേരത്ത് വീണ്ടും ഇറങ്ങുമ്പോൾ വണ്ടി തിരിച്ച് ഞാനാണ് പ്രവർത്തകരൊക്കെ മാറ്റിയത്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് കൂടെ ഇങ്ങനെ 2 പൈപ്പ് കൊണ്ടൊരു കുത്താണ്. അപ്പോഴേക്കും പുറത്ത് ഏറി കിട്ടി, പിന്നെ ഇവിടെ ഏറി കിട്ടി. അതിനുശേഷം ഞാൻ അവിടെ ഇരുന്നു. പിന്നെ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായി. ഒരു കാരണവശാലും CPMൻ്റെ പ്രവർത്തനം ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അത്രയേറെ ഞങ്ങളുമായി സഹകരിച്ച ആളുകളാണ്. CPMനകത്ത് ഒരു വലിയ വിഭാഗം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ, ഒരു ചെറിയ വിഭാഗം മനഃപൂർവ്വം കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. പ്രസാദ് ചേരുന്നു. പ്രസാദ്, പാനലക്കരയുടെ അവസാനത്തെ വാക്കുകൾ. CPMൻ്റെ ഒരു വിഭാഗം ഉണ്ടാക്കിയ ഗൂഢാലോചന എങ്ങനെയാണ് ഇതിനെ പോയിന്റ് ചെയ്യുന്നത് കോൺഗ്രസ്?
ഗോപി, ഇത് CPM-ലെ LDF പ്രവർത്തകർ തന്നെയാണ് കല്ലെറിഞ്ഞത് എന്നാണ് UDF ആരോപിക്കുന്നത്. കാരണം വലിയ നമുക്കറിയാം ആലത്തൂരിൽ അത്രയേറെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടന്നിരുന്നത്. തീരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഒന്നുമില്ലാത്ത വീറും വാശിയും എല്ലാം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊട്ടിക്കലാശത്തിനും അതേ വീറും വാശിയും ഉണ്ടായിരുന്നു. ഈ കൊട്ടിക്കലാശം കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ് തിരിച്ച് ഇവർ മടങ്ങുന്ന സമയത്താണ് പ്രവർത്തകർ തമ്മിൽ കല്ലേറുണ്ടായിട്ടുള്ളത്. അതിലാണ് രമ്യ ഹരിദാസിനും അതോടൊപ്പം തന്നെ അനിലക്കര MLA-ക്കും പരിക്ക് പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ LDF-ലെ പ്രവർത്തകർക്കും ഈ കല്ലേറിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ആലത്തൂർ MLA KD പ്രസേനനും അദ്ദേഹത്തെ ആലത്തൂരിലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ സ്ഥലത്ത് നേരിയ സംഘർഷാവസ്ഥ നിൽക്കുന്നു. പോലീസ് ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഇനിയും ഒരു സംഘർഷം കൂടുതൽ വ്യാപിക്കാതിരിക്കാനുള്ള നിലപാട് പോലീസ്, കൂടുതൽ ആളുകളെ പോലീസ് ഇപ്പോൾ ഇങ്ങോട്ട് വിന്യസിച്ചിട്ടുണ്ട്. LDF-ന്റെ ഭാഗത്തു നിന്നും പരിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നേരത്തെ UDF പ്രവർത്തകർക്ക് നേരെ വ്യാപകമായ കല്ലേറാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ രമ്യ ഹരിദാസിനും അനിലക്കരയ്ക്കും പുറമെ മറ്റ് UDF-ന്റെ പ്രവർത്തകർക്കും ഒരു പോലീസുകാരനും പരിക്ക് പറ്റിയിട്ടുണ്ട്. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വേളിയിൽ AK ആന്റണിയുടെ റോഡ് ഷോ LDF പ്രവർത്തകർ തടഞ്ഞു. വാഹനം ഉപേക്ഷിച്ച് നടന്ന് ആന്റണിയും ശശി തരൂരും പ്രതിഷേധിച്ചു. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരനുഭവമാണ് ഇതെന്ന് AK ആന്റണി പ്രതികരിച്ചു. ശശി തരൂരിന്റെ പ്രചാരണാർത്ഥം AK ആന്റണി നടത്തിയ റോഡ് ഷോയാണ് തടസ്സപ്പെട്ടത്. വേളി മാധവപുരം ഭാഗത്തെത്തിയപ്പോൾ LDF-ന്റെ വാഹന പ്രചാരണ ജാഥ എതിരെ വന്നതാണ് റോഡ് ഷോ തടസ്സപ്പെടാൻ കാരണം. ഇരുചക്ര വാഹനങ്ങളിൽ വന്ന ഇടതുമുന്നണി പ്രവർത്തകർ കടന്നുപോകാൻ കൂട്ടാക്കാതെ റോഡ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇരുവിഭാഗവും തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടായെങ്കിലും നേതാക്കൾ അണികളെ ശാന്തരാക്കി. സംഭവസ്ഥലത്തുണ്ടായിരുന്ന 10-ൽ താഴെ പോലീസുകാർ ഈ സമയം കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു. തുടർന്ന് ആന്റണിയും ശശി തരൂരും വാഹനത്തിൽ നിന്നിറങ്ങി നടന്നു. 300 മീറ്ററോളം നടന്ന ശേഷം വാഹനത്തിൽ യാത്ര തുടരുകയായിരുന്നു. കേരളത്തിൽ തിരുവനന്തപുരത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയം ഉണ്ടാകും എന്നെനിക്ക് പറയാം. റോഡ് ഷോയ്ക്ക് അനുമതിയില്ലായിരുന്നുവെന്നാണ് LDF ആരോപണം. എന്നാൽ മുൻകൂറായി അനുമതി നേടിയിരുന്നുവെന്നും LDF പ്രവർത്തകർ തടഞ്ഞപ്പോൾ പോലീസുകാർ പ്രതികരിച്ചില്ലെന്നും UDF ആരോപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ രാവിലെ തുടങ്ങും. പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ കർശന സുരക്ഷയുണ്ട്. ആകെ 2,61,51,534 വോട്ടർമാർ. അതിൽ 2,88,191 പേർ പുതുതായി വോട്ട് ചെയ്യുന്നവർ. 24,970 പോളിംഗ് സ്റ്റേഷനുകൾ. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്തും കുറവ് വയനാടുമാണ്. സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. നോർത്ത് കേരളയിലെ കൂടുതലാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത്. കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം. അവിടെ ഈ മാവോയിസ്റ്റ് ഭീഷണി കൂടി ഉള്ള ഒരു വിഷയമായതുകൊണ്ട് എല്ലാ മുൻകരുതലുകൾ ഞങ്ങൾ എല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. 359 അതീവ പ്രശ്നസാധ്യതാ ബൂത്തുകളും 831 പ്രശ്നസാധ്യതാ ബൂത്തുകളുമുണ്ട്. വയനാട്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായി മാവോയിസ്റ്റ് ഭീഷണിക്ക് സാധ്യതയുള്ള 219 ബൂത്തുകളിലും കർശന സുരക്ഷയുണ്ട്. ഇവിടങ്ങളിൽ കേന്ദ്രസേനയുടെ നിരീക്ഷണമുണ്ടാകും. 3621 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡിൽ ഇല്ലെങ്കിലും ആധാർ അടക്കം 11 രേഖകൾ അംഗീകരിക്കും. സഹകരണ ബാങ്ക് അക്കൗണ്ടുകളുടെ പാസ്ബുക്ക് ഇത്തവണ തിരിച്ചറിയൽ രേഖയായി കണക്കാക്കില്ല. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, വയനാട് മണ്ഡലങ്ങളിൽ 16 സ്ഥാനാർത്ഥികളിൽ കൂടുതലുള്ളതിനാൽ 2 ബാലറ്റ് യൂണിറ്റുകൾ ഉണ്ടാകും. വോട്ടിംഗ് യന്ത്രങ്ങൾ അടക്കമുള്ള പോളിംഗ് സാമഗ്രികൾ നാളെ രാവിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറും. ഉച്ചയ്ക്ക് തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലെത്തി വോട്ടെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കും. ചൊവ്വാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ എതിർ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ പരാതി. രാഹുൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച രേഖകളുടെ ആധികാരികതയെ ചൊല്ലിയാണ് പരാതി. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, അമേത്തിയിൽ പരാതി ഉണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെയാണ് പരാതികൾ, എന്തൊക്കെയാണ് ഇപ്പോൾ പരാതിയായി നൽകിയിട്ടുള്ളത്? വിവരങ്ങൾ. ഗോപികൃഷ്ണൻ അമേത്തിയിൽ നൽകിയ സമാനമായ പരാതി തന്നെയാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതിനിധിയായ സെനിൽ മുണ്ടപ്പള്ളിയാണ് ഇത്തരത്തിൽ ഒരു പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ഇവിടുത്തെ വരണാധികാരികൾക്കും നൽകിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിച്ചുള്ള രേഖകളിൽ സംശയമുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇരട്ട പൗരത്വമുള്ള ആളാണ് എന്നും
ആരോപണമുണ്ട്. ഇത് പരിശോധിച്ച അമേത്തിയിലെ വരണാധികാരി രാഹുൽ ഗാന്ധിയുടെ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നീട്ടിവെച്ചിരിക്കുകയാണ് എന്ന് ഈ പരാതിയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത് രേഖകളെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതൽ രേഖകൾ സമർപ്പിക്കാൻ തങ്ങൾക്ക് സമയം വേണം എന്നും രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കേണ്ടതുണ്ട് എന്നും ഈ പരാതിയിൽ പറയുന്നു. ഇടതുപക്ഷവും സമാനമായ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് 2 ആഴ്ചത്തെങ്കിലും നീട്ടിവെക്കാൻ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് വരണാധികാരി തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയാണ് സമർപ്പിച്ചത്. ഇതിനെതിരെ KC വേണുഗോപാൽ ACC ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പ്രതികരണവുമായി രംഗത്തെത്തി. പരാജയ ഭീതി മൂലമാണ് ഇത്തരം NDAയും അതുപോലെ തന്നെ ഇടതുപക്ഷവും ഇത്തരത്തിൽ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത്. പലതവണ MP ആയിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി. അന്നൊന്നുമില്ലാത്ത ഒരു പൗരത്വ വിഷയം ഇപ്പോൾ ഉദിച്ചു വരുന്നത് എങ്ങനെയാണ്? ഈ ആരോപണം ഇതിനു മുൻപും സുബ്രഹ്മണ്യ സ്വാമി നേരത്തെ 2 വർഷമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പലതവണ കോടതിയിലും വന്നതാണ്. എന്നിട്ടും അതൊന്നും തെളിയിക്കാൻ കഴിയാത്തൊരു പശ്ചാത്തലമാണ് ഉള്ളത്. ഇപ്പോൾ വീണ്ടും ഇത്തരം ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നത് പൂർണ്ണമായ പരാജയ ഭീതിയിൽ നിന്നാണ്. മാത്രമല്ല അമേഠിയിലെ BJP സ്ഥാനാർത്ഥിയാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചുള്ള തെറ്റായ വിവരങ്ങൾ എപ്പോഴും സമർപ്പിക്കുന്നത് എന്നുമാണ് KC വേണുഗോപാൽ ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം. മനു, ഒരു സംശയം ഇത് സംബന്ധിച്ചിട്ട് നിയമപരമായി ഇപ്പോൾ പത്രിക സൂക്ഷ്മ പരിശോധന നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പരാതി കൊണ്ടുവന്ന് ഞാൻ കേൾക്കാം. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരാതി കൊണ്ടുവന്നാൽ ആരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്? ഇതിന്റെ നിയമപരമായ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഈ പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ ഘട്ടത്തിൽ ഈ വിഷയം ഉയർന്നു വന്നിരുന്നില്ല. ഇത് അമേഠിയിൽ പക്ഷേ ഇത്തരത്തിൽ അത് ഉയർന്നു വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ അമേഠിയിൽ ഇതിന്റെ സൂക്ഷ്മ പരിശോധന 22-ാം തീയതിയിലേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് സമാനമായ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് വയനാട്ടിലും അത് ഉണ്ടാകും എന്ന് കാണിച്ചുകൊണ്ട് ഇലക്ഷൻ വരണാധികാരിക്ക് ഇത്തരം ഒരു പരാതി നൽകിയിട്ടുള്ളത്. ഇത് സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം വരണാധികാരിക്ക് തീരുമാനിക്കാം. പക്ഷെ അങ്ങനെ ഇത് സ്വീകരിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ നിയമപരമായി ഇതിനെ നേരിടാനുള്ള സാധ്യതകൾ ആരായും എന്നാണ് NDAയുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും വക്താക്കൾ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും അങ്ങനെ അവർ നേരിടുകയാണെങ്കിൽ നിയമപരമായ ഒരു പോരാട്ടത്തിന് കോൺഗ്രസും തയ്യാറാണ് എന്ന് KC വേണുഗോപാലും വ്യക്തമാക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ സംബന്ധിച്ച് ഒരു ആശങ്കയും കോൺഗ്രസിനില്ല. അദ്ദേഹം നേരത്തെയും MP ആയ ആളാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഉദിക്കുന്നില്ല എന്നാണ്. ഏതായാലും ഈ 22-ാം തീയതിത്തെ സൂക്ഷ്മ പരിശോധനയിൽ അമേഠിയിലെ വരണാധികാരി എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും എന്ന കാര്യത്തിൽ എന്നത് വ്യക്തമാകുന്നതോടെ മറ്റു കാര്യങ്ങളിലെയും ഒരു തീരുമാനം ഉണ്ടാകും. മനുവാണ് വിവരങ്ങൾ നൽകിയത്. ഒളി ക്യാമറ വിവാദത്തിൽപ്പെട്ട കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് CPM. പരാതിയിൽ കഴമ്പുള്ളതിനാലാണ് പോലീസ് കേസെടുത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. MK രാഘവനോടും A വിജയരാഘവനോടും സർക്കാരിന് 2 നീതിയാണെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. ഒളിക്യാമറയിൽ കുടുങ്ങിയ MK രാഘവനെതിരെ കോഴയാരോപണം ശക്തമായി ഉന്നയിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ഇടതുമുന്നണി. രാഘവൻ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കൃത്രിമമല്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ട് ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം. രാഘവനെതിരെ അന്വേഷണം വേഗത്തിലാക്കണമെന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. ഈ വെളിപ്പെടുത്തപ്പെട്ട TV ദൃശ്യങ്ങൾ സത്യമാണെന്നും ജനങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുക. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി തുടരാൻ അദ്ദേഹത്തിന് യാതൊരു അവകാശവുമില്ല. കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലായിരിക്കെ MK രാഘവന് പിന്തുണയുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നു. രമ്യ ഹരിദാസിന്റെ പരാതിയിൽ A വിജയരാഘവനെതിരെ കേസെടുക്കാത്ത പോലീസ് രാഘവന്റെ കാര്യത്തിൽ തിടുക്കം കാണിച്ചെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് വിമർശിച്ചു. രാഘവനെ ഒരു കേസിൽ കൊടുക്കണം എന്ന ബോധവുമായ ഉദ്ദേശത്തോടു കൂടി നിയമോപദേശം തേടി കേസെടുക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിക്കുകയാണ്. ലീഗിന്റെ ആരോപണം മുഖ്യമന്ത്രി നിഷേധിച്ചു. പരാതിയിൽ കഴമ്പുള്ളതിനാലാണ് MK രാഘവനെതിരെ കേസെടുത്തതെന്ന് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ അത് രാഘവൻ തന്നെ പറഞ്ഞതാണോ എന്നതാണ് ഒരു പ്രശ്നം. അത് രാഘവൻ തന്നെ പറഞ്ഞതാണെന്ന് അന്വേഷണത്തിൽ കാണുന്നു. അതാണല്ലോ ഉണ്ടാകുന്നത്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ആരോപണത്തിന്റെ പേരിൽ വോട്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള തത്രപ്പാടിലാണ് MK രാഘവനും കോൺഗ്രസും. ന്യൂസ് 18 കോഴിക്കോട്. കണ്ണൂരിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതിയെ അവഹേളിക്കുന്ന ഹൗസ് എന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച സംഭവത്തിൽ K സുധാകരന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ താക്കീത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനവുമാണിതെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉടൻ നീക്കാനും നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച നോട്ടീസ് സുധാകരന് നൽകാനും തുടർന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനും DGPയോട് ആവശ്യപ്പെട്ടു.
ശബരിമല പ്രചാരണ വിഷയമാക്കിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ചുക്കും ചെയ്യാനാകില്ല എന്ന പരാമർശത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള മാപ്പ് പറഞ്ഞു. ശ്രീധരൻപിള്ള മാപ്പ് പറഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയാണ് അറിയിച്ചത്. ഇതടക്കം 2 പ്രസ്താവനകളിൽ ബിജെപി പ്രസിഡന്റ് മാപ്പ് പറഞ്ഞതായും ടിക്കാറാം മീണ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഷ്ട്രീയ നേതാക്കൾ മോശം പരാമർശം നടത്തരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ചുക്കും ചെയ്യാനാകില്ല എന്ന ശ്രീധരൻപിള്ളയുടെ പരാമർശം. He is a very nice man. I know him personally. Maybe because of the political compulsions, he might have made some statements. We have advised him, and wherever it is possible, we have given the report to the Election Commission. But I respect all the leaders, including Mr. Sridharanpilla, and they should not take it otherwise, because I have to ensure the level playing field. കൊട്ടിക്കലാശത്തിന് മുൻപ് പരസ്പര ആരോപണങ്ങളുമായി കൊട്ടിക്കയറി മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും. സംസ്ഥാനത്ത് ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസും BJPയും തമ്മിൽ ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. പരാജയം മുന്നിൽ കണ്ടുള്ള ആരോപണമാണ് മുഖ്യമന്ത്രിയുടേത് എന്ന പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. പ്രചാരണത്തിന്റെ തുടക്കത്തിൽ കോലീബി സഖ്യമെന്ന ആരോപണവുമായി ഇറങ്ങിയ ഇടതുമുന്നണി അവസാന ദിവസം വീണ്ടും ആ വിഷയം തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. ശബരിമലയും രാഹുലുമായിരുന്നു ഇന്നലെ വരെ ചർച്ചാ വിഷയമെങ്കിൽ മുഖ്യമന്ത്രി ഇന്നുന്നയിക്കുന്നത് കോൺഗ്രസ് BJP ബാന്ധവമാണ്. അമിത്ഷാ ഇപ്പോൾ BJPയുടെ പച്ചക്കൊടിയെക്കുറിച്ച് പ്രസ്താവിക്കുകയുണ്ടായി. ആ കാലത്തും ലീഗിന് അതേ പച്ചക്കൊടി തന്നെയായിരുന്നു. അവരുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത് BJP ആയിരുന്നു, കോൺഗ്രസും ലീഗുമായി. ഉദ്ദേശം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പാർലമെന്റിലും നിയമസഭയിലും അക്കൗണ്ട് തുടങ്ങി. കോൺഗ്രസും BJPയും സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണത്തിന് വലിയ ശ്രമം നടത്തി. നേമത്ത് രാജഗോപാലിന് വോട്ട് മറിച്ച അതേ തന്ത്രമാണ് ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. സംസ്ഥാന വ്യാപകമായി CPM കള്ളവോട്ടിന് ശ്രമിക്കുകയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. കള്ളവോട്ട് ചെയ്യാനായിട്ട് എപ്പോഴും CPM സ്വീകരിക്കുന്ന നിലപാടാണ്. ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല. എല്ലാ ബൂത്തിലുമുള്ള ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഞങ്ങൾ കൃത്യമായി ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കും. ശബരിമല ഉന്നയിക്കുന്ന കാര്യത്തിൽ തുടക്കത്തിൽ വലിയ ആവേശം കാണിക്കാതിരുന്ന BJP പിന്നീട് ഓരോ യോഗത്തിലും വിഷയമാക്കിയത് ശബരിമല തന്നെയാണ്. കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രി ശബരിമല എന്ന വാക്ക് പറഞ്ഞില്ലെങ്കിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും പേരെടുത്ത് പറഞ്ഞു തന്നെ വോട്ട് ചോദിച്ചു. കേരളത്തിൽ മറ്റൊരു വിഷയവും BJP കാര്യമായി മുന്നോട്ട് വച്ചതുമില്ല. അടിയൊഴുക്കുകളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ കേരള ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ തെരഞ്ഞെടുപ്പ്. വിലക്ക് മറികടന്ന് ചർച്ച ചെയ്യപ്പെട്ട ശബരിമല മുതൽ രാഹുൽ ഫാക്ടറും വോട്ട് കച്ചവട ആരോപണങ്ങളും വരെ നിരവധി വിഷയങ്ങൾ. സ്വന്തം പാളയത്തിലെ വോട്ട് ചോരുമോ എന്ന ആശങ്ക ഭരണപക്ഷത്തിന് മാത്രമല്ല പ്രതിപക്ഷ കക്ഷികൾക്കുമുണ്ട്. ഒരു പ്രവചനത്തിനും വഴങ്ങാത്ത കേരള ജനതയുടെ മനമറിയാൻ മെയ് 23 വരെ കാത്തിരിക്കണം. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാൻ RSP ഷാഡോ കമ്മിറ്റിയെ നിയോഗിച്ചു എന്ന് വെളിപ്പെടുത്തി സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രൻ. RSPക്ക് കോൺഗ്രസിൽ വിശ്വാസമില്ല എന്നതിന്റെ തെളിവാണ് ഷാഡോ കമ്മിറ്റിയെന്ന് LDF ആരോപിച്ചു. ഷാഡോ ടീമിനെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. RSPക്ക് ഒരു ഷാഡോ കമ്മിറ്റി ഉണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ. ഒരു നേരിയ പരാതി പോലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ നിർജീവമായി നിൽക്കുന്നെന്നോ നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു പരാതി എന്നെയും കോൺഗ്രസിനെയും തെറ്റിപ്പിച്ച് മുതലെടുപ്പ് നടത്താമെന്നുള്ള തോമസ് ഐസക്കിനെ പോലെ ഉന്നതനായ നേതാവ് വന്ന് ഞങ്ങളെ തെറ്റിപ്പിക്കാൻ നോക്കുന്നത്. LDF ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഫേസ്ബുക്ക് ലൈവിൽ മറുപടി പറയുന്നതിനിടെയായിരുന്നു UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ RSPക്ക് ഷാഡോ കമ്മിറ്റി ഉണ്ടെന്ന പരാമർശം. കോൺഗ്രസിന്റെ പ്രവർത്തനം RSPയുടെ ഷാഡോ കമ്മിറ്റി നിരീക്ഷിച്ചു എന്ന വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് മറുപടി പറയണമെന്ന് LDF ആവശ്യപ്പെട്ടു. RSPക്ക് കോൺഗ്രസിനോടുള്ള അവിശ്വാസം വ്യക്തമാണെന്നും LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ. RSP പോലൊരു പാർട്ടി ഒരു ഷാഡോ ടീമിനെ വെച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് UDF സ്ഥാനാർത്ഥി തന്നെ പരസ്യമായി പറയുക. അതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ DCC പ്രസിഡന്റും മറ്റു നേതാക്കന്മാരും ഒക്കെ മറുപടി പറയേണ്ടത്. RSPയുടെ ഷാഡോ ടീമിനെ കുറിച്ച് അറിയില്ലെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അങ്ങനെയുള്ളതായിട്ട് എനിക്കറിയത്തില്ല, അങ്ങനൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലെയും പ്രചരണം സംബന്ധിച്ച് സ്ഥാനാർത്ഥിക്ക് അറിയാമെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും കൊണ്ട് നിറയുകയാണ് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം. കൊല്ലത്ത് നിന്നും ശ്യാം ദേവരാജ്, ന്യൂസ് 18. കേരളത്തിന് പുറമെ രാജ്യത്തെ 96 മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണവും അവസാനിച്ചു. ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിലെ ഒരു ജില്ലയും വോട്ടെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റും ചൊവ്വാഴ്ച വിധിയെഴുതും.
7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മണ്ഡലങ്ങൾ വിധിയെഴുതുന്നത് 3ാം ഘട്ടത്തിലാണ്. 13 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അടക്കം 116 മണ്ഡലങ്ങളാണ് വോട്ടവകാശം വിനിയോഗിക്കുക. കേരളത്തിന് പുറമെ ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങളും ചൊവ്വാഴ്ച വിധിയെഴുതും. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും 14 മണ്ഡലങ്ങൾ വീതമാണ് വോട്ടെടുപ്പ്. യുപിയിലെ 10ഉം ഛത്തീസ്ഗഡിലെ 7ഉം ഒഡീഷയിലെ 6ഉം പശ്ചിമബംഗാളിലെയും ബീഹാറിലെയും 5 വീതവും അസമിലെ 4 മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലെത്തും. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും അന്നേ ദിവസമാണ് വോട്ടെടുപ്പ്. LK അദ്വാനി പ്രതിനിധീകരിച്ചിരുന്ന ഗാന്ധിനഗറിൽ നിന്ന് ജനവിധി തേടുന്ന BJP അധ്യക്ഷൻ അമിത്ഷായും വയനാട്ടിൽ നിന്ന് ജനവിധി തേടുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമാണ് 3ാം ഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. തട്ടകമായ മെയിൻപുരിയിൽ നിന്ന് മുലായം സിംഗ് യാദവ് മത്സരിക്കും. ഫിറോസാബാദിൽ യാദവ് കുടുംബങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ മുലായത്തിന്റെ അനുജൻ ശിവപാൽ യാദവും മുലായത്തിന്റെ ബന്ധു രാംഗോപാൽ യാദവിന്റെ മകൻ അക്ഷയ് യാദവും തമ്മിലാണ് മത്സരം. രാംപൂരിൽ സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാനെ നേരിടുന്നത് BJPയിലെ ജയപ്രദയാണ്. ബീഹാറിലെ മധേപുരയിൽ നിന്ന് RJD ടിക്കറ്റിൽ ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ശരത് യാദവ് ജനവിധി തേടും. ബാരാമതിയിൽ നിന്ന് സുപ്രിയ സുലെ വീണ്ടും ജനവിധി തേടുമ്പോൾ പിലിഭത്തിൽ നിന്നാണ് വരുൺ ഗാന്ധിയുടെ മത്സരം. ഗുൽബർഗയിൽ മല്ലികാർജുൻ ഖാർഗെ, ഉത്തരകന്നഡയിൽ അനന്ത്കുമാർ ഹെഗ്ഡെ, ഷിമോഗയിൽ BY രാഘവേന്ദ്ര എന്നിവരാണ് കർണാടകയിൽ നിന്ന് ജനവിധി തേടുന്ന പ്രമുഖർ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കോൺഗ്രസിന്റെയും BJPയുടെയും ദേശീയ അധ്യക്ഷന്മാർ ജനവിധി തേടുന്നു എന്നതാണ് 3ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത. രാഹുൽ ഗാന്ധി കോൺഗ്രസ് ശക്തി കേന്ദ്രമായ വയനാട്ടിലും അമിത്ഷാ BJP തട്ടകമായ ഗാന്ധിനഗറിൽ നിന്നുമാണ് മത്സരിക്കുന്നത്. കർമ്മഭൂമി എന്ന് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്ന അമേഠിക്ക് പുറമെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നുകൂടി ജനവിധി തേടുന്നത്. അരനൂറ്റാണ്ടിലധികം കാലം LK അദ്വാനി പ്രതിനിധീകരിച്ചിരുന്ന ഗാന്ധിനഗറിൽ നിന്നാണ് അമിത്ഷായുടെ പോരാട്ടം. തട്ടകമായ മെയിൻപുരിയിൽ നിന്ന് മുലായം സിംഗ് യാദവ്. ഫിറോസാബാദിൽ യാദവ് കുടുംബങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഇവിടെ മുലായത്തിന്റെ അനുജൻ ശിവപാൽ യാദവും മുലായത്തിന്റെ ബന്ധു രാംഗോപാൽ യാദവിന്റെ മകൻ അക്ഷയ് യാദവും തമ്മിലാണ് മത്സരം. രാംപൂരിൽ സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാനെ നേരിടുന്നത് BJPയിലെ ജയപ്രദയാണ്. സമാജ്വാദി പാർട്ടി മുൻ MP കൂടിയാണ് ജയപ്രദ. ബീഹാറിലെ മധേപുരയിൽ നിന്ന് RJD ടിക്കറ്റിൽ ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ശരത് യാദവ് ജനവിധി തേടും. ബാരാമതിയിൽ നിന്ന് സുപ്രിയ സുലെ വീണ്ടും മത്സരിക്കുമ്പോൾ മേനക ഗാന്ധി പ്രതിനിധീകരിച്ചിരുന്ന പിലിഭത്തിൽ നിന്നാണ് വരുൺ ഗാന്ധിയുടെ പോരാട്ടം. കർണാടകയിലെ ഗുൽബർഗയിൽ നിന്ന് മല്ലികാർജുൻ ഖാർഗെ, ഉത്തരകന്നഡയിൽ നിന്ന് അനന്ത്കുമാർ ഹെഗ്ഡെ, ഷിമോഗയിൽ മത്സരിക്കുന്ന BY രാഘവേന്ദ്ര തുടങ്ങിയവരാണ് കർണാടകയിൽ നിന്ന് ജനവിധി തേടുന്ന പ്രമുഖർ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. വാരാണസിയിൽ മത്സരിക്കും എന്ന അഭ്യൂഹം ശക്തമാക്കി പ്രിയങ്ക ഗാന്ധി. പാർട്ടി അധ്യക്ഷൻ ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പ്രിയങ്ക വ്യക്തമാക്കി. അധികാരത്തിനു വേണ്ടി മാത്രമല്ല കോൺഗ്രസിന്റെ പോരാട്ടമെന്നും പ്രിയങ്ക പറഞ്ഞു. വാരാണസിയിൽ നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്ന സസ്പെൻസ് നിലനിൽക്കെയാണ് വിഷയത്തിൽ പ്രിയങ്കയുടെ പ്രതികരണം. പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നും മത്സരിക്കാൻ സന്തോഷമേ ഉള്ളൂവെന്നും പ്രിയങ്ക പറഞ്ഞു. അധികാരത്തിന് വേണ്ടി മാത്രമല്ല കോൺഗ്രസിന്റെ പോരാട്ടം. ജനാധിപത്യവും ഭരണഘടനാ സ്ഥാപനങ്ങളും അപകടത്തിലാണ്. രാജ്യത്തെ രക്ഷിക്കാൻ കോൺഗ്രസിനെ കഴിയൂവെന്നും പ്രിയങ്ക പറഞ്ഞു. to gain power. We are fighting for a much bigger thing in this election. വാരാണസിയിൽ പ്രിയങ്ക വന്നാൽ അവസാന ഘട്ടങ്ങളിൽ മോദിയെ മണ്ഡലത്തിൽ തളച്ചിടാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ഭോപ്പാലിലെ BJP സ്ഥാനാർത്ഥി പ്രഖ്യാ സിംഗ് ഠാക്കൂറിന് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട പരാമർശത്തിലാണ് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. ബാബരി മസ്ജിദ് തകർത്തതിൽ അഭിമാനിക്കുന്നുവെന്ന പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി പ്രഖ്യാ സിംഗ് ഠാക്കൂർ നിലപാടെടുത്തു. 6 പേർ കൊല്ലപ്പെട്ട മലേഗാവ് സ്ഫോടന കേസിൽ പ്രതിയായ പ്രഖ്യാ സിംഗ് ഠാക്കൂർ സ്ഥാനാർത്ഥിയായ ശേഷം ഇതാദ്യമായല്ല വിവാദ പ്രസ്താവന നടത്തുന്നത്. മുംബൈ ഭീകരവിരുദ്ധ സേനാ തലവൻ ഹേമന്ത് കാർക്കറെ കൊല്ലപ്പെട്ടത് തന്റെ ശാപമേറ്റാണെന്ന പ്രഖ്യാ ഠാക്കൂറിന്റെ പരാമർശം ഏറെ വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചതിന് പിന്നാലെ പരാമർശത്തിൽ മാപ്പ് ചോദിച്ചിരുന്നു. ഇത് കെട്ടടക്കും മുമ്പാണ് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം. ബാബറി മസ്ജിദ് തകർത്തതിൽ അഭിമാനിക്കുന്നുവെന്നും തകർത്തവരുടെ കൂടെയാണ് താനെന്നുമായിരുന്നു സ്വകാര്യ TV ചാനൽ നൽകിയ അഭിമുഖത്തിലെ പരാമർശം. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാ സിംഗിന് നോട്ടീസ് അയച്ചെങ്കിലും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നെന്നാണ് നിലപാട്. मैं बिल्कुल गई थी, ये मैंने कल भी कहा है, मैं उससे बिल्कुल नहीं पलट रही क्योंकि मैं गई थी, ढांचा तोड़ा था और मैं भव्य मंदिर बनाने जाऊंगी. बिल्कुल पूर्ण आत्मविश्वास के साथ बोल रही हूँ. ये मेरे राम जी हैं, मेरे आदर्श हैं, मेरी श्रद्धा है, मेरी भक्ति है. राम राष्ट्र है, राष्ट्र राम है, इसलिए भव्य मंदिर बनाने से मुझे कोई नहीं रोक सकता. മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് ആണ് ഭോപ്പാലിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. പ്രഖ്യാ സിംഗ് തുടർച്ചയായി വിവാദ പ്രസ്താവനകൾ നടത്തുന്നുണ്ടെങ്കിലും ഇത് വിഷയമാക്കേണ്ടെന്നാണ് കോൺഗ്രസ് തീരുമാനം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല എന്നും തൂക്കുമന്ത്രിസഭയാവും വരികയെന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ്. തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യം വേണ്ടിവരുമെന്നും കമൽനാഥ് പറഞ്ഞു. PTIക്ക് നൽകിയ അഭിമുഖത്തിലാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ തുറന്നു പറച്ചിൽ. ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്താനാകുമെങ്കിലും കോൺഗ്രസിന് സർക്കാരുണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കില്ലെന്നാണ് കമൽനാഥ് പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യ സർക്കാരിന് രൂപം നൽകാനാകും ശ്രമം. ഭൂരിപക്ഷം നേടിയാൽ രാഹുൽ ഗാന്ധിയാകും പ്രധാനമന്ത്രി. തുടർ ഭരണത്തിനാവശ്യമായ സീറ്റ് BJPക്ക് ലഭിക്കില്ലെന്നും കമൽനാഥ് പറഞ്ഞു. BJP സർക്കാർ രൂപീകരിക്കാൻ ശ്രമിച്ചാലും മറ്റു പാർട്ടികൾ പിന്തുണയ്ക്കാനിടയില്ല. തന്റെ അടുപ്പക്കാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്നും കമൽനാഥ് ആരോപിച്ചു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാന്റെ ഭീഷണിക്ക് മുമ്പിൽ ഭയക്കുന്ന നയം ഇന്ത്യ മാറ്റി. ഇന്ത്യയുടെ കൈവശമുള്ള ആണവായുധങ്ങൾ ദീപാവലിക്ക് പൊട്ടിക്കാനുള്ളതല്ല എന്നായിരുന്നു മോദി പറഞ്ഞത്. വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാനെ പാകിസ്ഥാൻ വിട്ടയച്ചത് തന്റെ നിലപാടിനെ ഭയന്നാണെന്നും നരേന്ദ്രമോദി അവകാശപ്പെട്ടു. भारत ने पाकिस्तान की धमकी से डरने की नीति को छोड़ दिया. ये ठीक किया ना मैंने? वरना आए दिन हमारे पास न्यूक्लियर बटन है, न्यूक्लियर बटन है, यही कहते थे. हमारे अखबार वाले भी लिखते थे पाकिस्तान के पास भी न्यूक्लियर है. तो हमारे पास क्या है भाई? ഈസ്റ്റർ ദിനത്തിൽ ലോകത്തെ നടുക്കി ശ്രീലങ്കയിൽ സ്ഫോടന പരമ്പര. 3 പള്ളികളിലും 4 ഹോട്ടലുകളിലും അടക്കം 8 ഉണ്ടായ ഉഗ്രസ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 207 മരിച്ചവരിൽ മലയാളി അടക്കം 35 വിദേശികളുണ്ട്. സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന 7 പേരെ അറസ്റ്റ് ചെയ്തു. ശ്രീലങ്കയ്ക്ക് ഈ ഈസ്റ്റർ നടുക്കത്തിന്റേതായി. പ്രാർത്ഥനകൾക്കായി വിശ്വാസികൾ ഒത്തുകൂടിയ 3 പള്ളികളിലാണ് ഉഗ്രസ്ഫോടനമുണ്ടായത്. പ്രശസ്തമായ നൊഗോംബോ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയും കൊളംബോ സെന്റ് ആന്റണീസ് പള്ളിയും സ്ഫോടനത്തിൽ തകർന്നു. പിന്നാലെ 3 5-നക്ഷത്ര ഹോട്ടലുകളിലും സ്ഫോടനമുണ്ടായി. ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപത്തെ സിനമോൺ ഗ്രാൻഡ് ഹോട്ടലിലും സ്ഫോടനമുണ്ടായി. ഉച്ചതിരിഞ്ഞും 2 സ്ഫോടനങ്ങൾ നടന്നു. കൊല്ലപ്പെട്ടവരിൽ ഇന്ത്യക്കാരടക്കം 35 വിദേശികളുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഒരു സംഘടനയും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. ചാവേറുകളാണ് സ്ഫോടനങ്ങൾ നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള വിവിധ രാഷ്ട്ര നേതാക്കൾ ആക്രമണത്തെ അപലപിച്ചു. ശ്രീലങ്കയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം ഹെൽപ്പ് ലൈൻ നമ്പറുകൾ തുറന്നു. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഹൈക്കമ്മീഷണറുമായി സംസാരിച്ച് സ്ഥിതി വിലയിരുത്തി. ശ്രീലങ്കൻ സർക്കാർ അടിയന്തര യോഗം ചേർന്നു. രാജ്യമെങ്ങും കർഫ്യൂ പ്രഖ്യാപിച്ചു. അന്വേഷണം ആരംഭിച്ചതായി പ്രസിഡന്റ് മൈത്രിപാല സിരിസേന പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം തൽക്കാലം തടഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊളംബോയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരിൽ കാസർഗോഡ് സ്വദേശിയും കുടുംബത്തോടൊപ്പം വിദേശയാത്രയ്ക്ക് പോയ മഗ്രാപുത്തൂർ സ്വദേശിനി റസീനയാണ് മരിച്ചത്. കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്കെത്തിയ മൊഗ്രാൽ പുത്തൂർ സ്വദേശിനി PS റസീന ഷംഗ്രീല ഹോട്ടലിലുണ്ടായ സ്ഫോടനത്തിലാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ദുബൈയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് ഖാദറിനെ വിമാനത്തിൽ യാത്രയച്ച ശേഷം കേരളത്തിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു റസീനയും കുടുംബാംഗങ്ങളും. ഹോട്ടലിൽ നിന്നും ചെക്കൌട്ട് ചെയ്ത ശേഷം റസീന പുറത്തിറങ്ങുമ്പോഴായിരുന്നു സ്ഫോടനം. കൂടെയുണ്ടായിരുന്ന സഹോദരൻ ആശുപത്രിയിലെത്തി മൃതദേഹം റസീനയുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. ആക്രമണത്തെ അപലപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നറിയിച്ചു. കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായി നോർക്ക അധികൃതർ ബന്ധപ്പെടുന്നുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ സ്വകാര്യ ബസ്സിലെ യാത്രക്കാരെ ബസ് ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചു. സുരേഷ് കല്ലട ബസ്സിലെ ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബസ്സിലെ ഒരു യാത്രക്കാരനാണ് ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ബസ് കേടായി മണിക്കൂറുകൾ വഴിയിൽ കിടന്നിട്ടും പകരം സംവിധാനം ഏർപ്പെടുത്തിയില്ല. യാത്രക്കാർ ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് ബസ് ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ചത്. പ്രതിഷേധിച്ച യാത്രക്കാരെ മർദ്ദിച്ച ശേഷം വഴിയിൽ ഇറക്കിവിടുകയായിരുന്നു. ഹരിപ്പാടിനടുത്താണ് സംഭവം. മരട് പോലീസ് കേസെടുത്തു. യേശുദേവന്റെ ഉയിർപ്പിന്റെ സ്മരണയിൽ ഈസ്റ്റർ ആഘോഷ ലോകം. പാതിരാ കുർബാനയിലും ഈസ്റ്റർ ആഘോഷങ്ങളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആഡംബരത്തിന്റെയും വിജയങ്ങളുടെയും പുറകെ പോയി ആയുസ് പാഴാക്കരുതെന്ന് ഈസ്റ്റർ സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. വിശ്വാസലോകത്തിന്റെ സംരക്ഷണത്തിനായി കുരിശുമരണം വരിച്ച യേശുദേവന്റെ ഉയർപ്പിന്റെ ഉത്സവം വിശ്വാസികൾ ആഘോഷിച്ചു. സംസ്ഥാനത്തെ വിവിധ ആരാധനാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയ്ക്കും പ്രാർത്ഥനകൾക്കും പുരോഹിതരും സഭാധ്യക്ഷന്മാരും നേതൃത്വം നൽകി.
തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. സിറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ മാർ ജോർജ് ആലഞ്ചേരി പ്രാർത്ഥനകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ സുസേപാക്യം മുഖ്യ കാർമ്മികനായിരുന്നു. കൊച്ചി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് ബിഷപ്പ് ജോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വത്തിക്കാനിലെ ഈസ്റ്റർ പ്രാർത്ഥനയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വിശ്വാസികൾ ആഡംബരത്തിന്റെയും വിജയങ്ങളുടെയും പുറകെ പോകരുതെന്ന ഈസ്റ്റർ സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. കോട്ടയം പഴയ സെമിനാരിയിൽ തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് നേതൃത്വം നൽകി. പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ശേഷമുള്ള ഉയർപ്പിന്റെ സന്ദേശവുമായി എത്തിയ ഈസ്റ്ററിനെ പ്രാർത്ഥനയോടെയാണ് ക്രൈസ്തവ സമൂഹം വരവേറ്റത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം വിനീത വിജി, ന്യൂസ് 18. പുൽവാമയിൽ വീരമൃത്യു വരിച്ച വസന്തകുമാറിന്റെ വീട്ടിൽ ആശ്വാസവുമായി പ്രിയങ്ക ഗാന്ധി എത്തി. കുടുംബത്തിന് എല്ലാ സഹായവും അവർ വാഗ്ദാനം ചെയ്തു. വയനാട് തൃക്കേപ്പറ്റ വാഴക്കണ്ടി കോളനിയിൽ അരമണിക്കൂറോളം ചെലവഴിച്ച ശേഷമാണ് പ്രിയങ്ക മടങ്ങിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിന് തൊട്ടു മുമ്പാണ് പ്രിയങ്ക ഗാന്ധി വസന്തകുമാറിന്റെ വീട്ടിലെത്തിയത്. ഭാര്യ ഷീനയെയും മറ്റ് കുടുംബാംഗങ്ങളെയും അവർ ആശ്വസിപ്പിച്ചു. വീട്ടിൽ തയ്യാറാക്കിയ ലഘുഭക്ഷണം കഴിച്ച ശേഷമാണ് പ്രിയങ്ക മടങ്ങിയത്. സമയത്ത് എന്ത് സഹായത്തിന് വിളിച്ചാലും മാഡം എന്തും ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്കയുടെ വരവിനായി ഇന്നലെ മുതൽ കാത്തുനിന്ന നാട്ടുകാരെയും കോൺഗ്രസ് പ്രവർത്തകരെയും അവർ നിരാശരാക്കിയില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്ന പ്രിയങ്ക ആൾക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടി വയനാടിന്റെ അഭിമാനമായി മാറിയ ശ്രീധന്യയും പ്രിയങ്കയെ കാണാൻ എത്തിയിരുന്നു. സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18 വയനാട്. ഇടുക്കിയിലെ ചിന്നക്കനാലിൽ റവന്യൂ ഭൂമി കയ്യേറി തോട്ടം തൊഴിലാളികൾ കുടിൽ കെട്ടി. സൂര്യനെല്ലി നൂറുകണക്കിന് ഭൂരഹിതരായ തൊഴിലാളികളാണ് കുടിൽ കെട്ടി സമരം തുടങ്ങിയത്. പുലർച്ചെ 5 മണിയോടെയാണ് ചിന്നക്കനാൽ സൂര്യനെല്ലിയിലെ 3 ഏക്കറോളം വരുന്ന റവന്യൂ ഭൂമി കയ്യേറി തോട്ടം തൊഴിലാളികൾ കുടിൽകെട്ടി സമരം തുടങ്ങിയത്. തേയിലത്തോട്ടത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഭൂമിയും വീടുമില്ലാത്ത കുടുംബങ്ങളാണ് സമരരംഗത്തിറങ്ങിയത്. 34-ാം നമ്പർ സർവേ ഭൂമിയിൽപ്പെട്ട 3 ഏക്കറോളം സ്ഥലമാണ് തൊഴിലാളികൾ കയ്യേറിയത്. സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് പേരാണ് കുടിൽകെട്ടി സമരം ചെയ്യുന്നത്. ഡൽഹി കേന്ദ്രമായ സ്വകാര്യ കമ്പനി കൈയടക്കി വച്ചിരുന്ന ഭൂമിയുടെ പട്ടയം 2010-ൽ റവന്യൂ വകുപ്പ് റദ്ദാക്കിയിരുന്നു. വൻകിടക്കാരെ സഹായിക്കുകയും ഭൂരഹിതരെ അവഗണിക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരമെന്ന് തോട്ടം തൊഴിലാളികൾ പറഞ്ഞു. സർക്കാർ കൊടുക്കാൻ പറഞ്ഞു സ്ഥലം, പക്ഷേ ഇവിടെ ഉള്ള കയ്യേറ്റക്കാരെ എല്ലാം കയ്യേറ്റി വെച്ചിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. കള്ളപ്പട്ടയം ഉണ്ടാക്കിച്ച് വ്യാജപ്പട്ടയം ഉണ്ടാക്കി വെച്ചിട്ട് കൊടുക്കുന്നില്ല. തോട്ടം തൊഴിലാളികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നെങ്കിലും റവന്യൂ ഭൂമി ഇല്ലെന്നാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിരുന്നത്. ഭൂമி கிட்டாத സമരം அவசானிப்பிக்கலன்னும் தோட்டம் தொழிலாளிகள். எங்களுக்கு இருக்க கூட இடம் இல்லை, வீடு வாசல் இல்லை, ஒன்றுமே இல்லை. இவ்வளோ நாள் எங்களுக்குன்னு 1 சென்ட் இடம் கூட இல்லை. அதனால இந்த இடத்த எல்லாருக்கும் ஆளுக்கு 3 சென்ட் வச்சு கொடுக்கணும், கண்டிப்பாக கொடுக்கணும், எங்கள் எல்லாருக்கும் வேணும். ஒரு காடு இல்லை, நாங்கள் எஸ்டேட் பணி செஞ்சு தான் கஞ்சி குடிச்சுக்கிட்டு இருக்கோம். இப்போ அதுலேயும் ரிட்டையர்ட் ஆகிடுச்சு. ஒரு கையில் 10 காசு கூட இல்லாமல் அன்னாடு வேலை கூலி போய் കഞ്ചി കുടിച്ചിട്ട് இருக்கோம். ഭൂമിക്കായി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ ആദിവാസി സംഘടനകൾ ഒരുങ്ങുന്നതിനിടയിലാണ് തോട്ടം തൊഴിലാളികൾ കൂടി സമരം തുടങ്ങിയത്. ന്യൂസ് 18 ഇടുക്കി. മലയാളികളുടെ പ്രിയ താരം മോഹൻലാൽ സംവിധായകനാവുന്നു. ബറോസ് എന്ന് പേരിട്ട ചിത്രം 3Dയിലാണ് ഒരുങ്ങുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ചിത്രമായിരിക്കും ഇതെന്ന് മോഹൻലാൽ പറയുന്നു. പോർച്ചുഗീസ് പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ബറോസ് ഏറെ ചെലവുള്ള ചിത്രമായിരിക്കും.